ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് 1927 സൈമൺ കമ്മീഷനെ കുറിച്ച് പഠിക്കാം. സൈമൺ കമ്മീഷൻ 1927. ഇനി എന്താണ് സൈമൺ കമ്മീഷൻ എന്ന് പരിശോധിച്ചാൽ, ഇന്ത്യയിലെ ഭരണഘടനാ പ്രശ്നങ്ങൾ വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആര് നിയമിച്ച കമ്മീഷൻ? ബ്രിട്ടീഷ് ഗവൺമെൻറ് സർ ജോൺ സൈമണിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് അയച്ച കമ്മീഷനാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സൈമൺ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഭരണഘടനാ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും അതിനൊരു പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കാനും വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ സർ ജോൺ സൈമണിൻ്റെ അധ്യക്ഷതയിൽ, ആരുടെ അധ്യക്ഷതയിൽ? സർ ജോൺ സൈമണിൻ്റെ അധ്യക്ഷതയിൽ നിയമിച്ച കമ്മീഷനാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സൈമൺ കമ്മീഷൻ. അപ്പോൾ ജോൺ സൈമൺ അധ്യക്ഷനായ കമ്മീഷൻ ആയതുകൊണ്ടാണ് ഇത് എന്ത് പറയുന്നത്? സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഔദ്യോഗിക നാമം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ്. അപ്പോൾ 1927 ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ നാമം. പക്ഷേ സർ ജോൺ സൈമൺ അധ്യക്ഷനായ കമ്മീഷൻ ആയതുകൊണ്ട് ഇതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു? സൈമൺ കമ്മീഷൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ സർ ജോൺ സൈമൺ അധ്യക്ഷനായ കമ്മീഷൻ, ശരിയായ പേരിൽ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ്. അദ്ദേഹം അധ്യക്ഷനായ കമ്മീഷൻ ആയതുകൊണ്ട് സൈമൺ കമ്മീഷൻ എന്നറിയപ്പെടുന്നു. വർഷം എന്നാണ്? 1927. ഓക്കെ, ഇനി അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ വർഷങ്ങൾക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട്. സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷമാണ് എന്തെന്ന് പറയുന്നത്? 1927 എന്ന് പറയുന്നത്. ഓക്കെ, സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷമാണ് 1927. ഇനി സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തി എന്താണെന്ന് വെച്ചാൽ അത് 1928. ഓക്കെ, ഇന്ത്യയിലെത്തിയത് എന്നാണ്? 1928. എവിടെ എത്തിയത്? മുംബൈ, ബോംബെ, ഇപ്പം മുംബൈ എന്ന് നമ്മൾ പറയും, മുംബൈയിലാണ് സൈമൺ കമ്മീഷൻ എത്തിയത് എന്ന് 1928. ഓക്കെ, സൈമൺ കമ്മീഷൻ ഈ 2 വർഷവും PSC ചോദിച്ചിട്ടുള്ളതാണ്. സൈമൺ കമ്മീഷൻ രൂപീകൃതമായത് 1927 ആണെങ്കിൽ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് എന്നാന്ന് ചോദിച്ചാൽ എന്നാണ്? 1928. എവിടെയാണ് എത്തിയത്? മുംബൈയിൽ, ബോംബെയിലാണ്, ബോംബെ പോർട്ടിലാണ് സൈമൺ കമ്മീഷൻ എത്തിയത് എന്ന് ഓർത്തിരിക്കുക. ഇനി സൈമൺ കമ്മീഷൻ ഇവിടുത്തെ ഭരണഘടനയെക്കുറിച്ചെല്ലാം പഠിച്ച് തിരിച്ചു പോയത് എന്നാന്ന് വെച്ചാൽ അത് 1929. ദെൻ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1930. കണ്ടോ, 4 വർഷങ്ങളുണ്ട് എന്തുമായി ബന്ധപ്പെട്ട്? സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട്. ഇതിൽ ആദ്യത്തെ 2 വർഷവും PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1927. ഇനി സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1928. എവിടെ എത്തിയത്? ബോംബെയിലാണ് സൈമൺ കമ്മീഷൻ എത്തിയത്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്ന് തിരിച്ചുപോയ വർഷം 1929. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം എന്താണ്? 1930. അപ്പോൾ സൈമൺ കമ്മീഷൻ്റെ ഒഫീഷ്യൽ നെയിം, ഔദ്യോഗിക നാമം എന്താണ്? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ് എന്നോർത്തിരിക്കുക. ഓക്കെ, ഇനി സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇനി സൈമൺ കമ്മീഷൻ എന്ത് പേരിൽ അറിയപ്പെടുന്നു? വൈറ്റ് മെൻ കമ്മീഷൻ അഥവാ വെള്ളക്കാരുടെ കമ്മീഷൻ എന്നാണ് എന്തറിയപ്പെടുന്നത്? സൈമൺ കമ്മീഷൻ. അപ്പോൾ സൈമൺ കമ്മീഷൻ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വൈറ്റ് മെൻ കമ്മീഷൻ അഥവാ വെള്ളക്കാരുടെ കമ്മീഷൻ എന്നാണ് ആരറിയപ്പെടുന്നത്? സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്നത്. സൈമൺ കമ്മീഷൻ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 7 അംഗ കമ്മീഷനായിരുന്നു എന്തെന്ന് പറയുന്നത്? സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി വൈറ്റ് മെൻ കമ്മീഷൻ എന്ന് അറിയപ്പെടാൻ കാരണം എന്താ? ഈ 7 അംഗ കമ്മീഷനിൽ ആരില്ല? ഇന്ത്യക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ത്യക്ക് ഭരണഘടനാ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു കമ്മീഷനാണ് എന്ത്? സൈമൺ കമ്മീഷൻ. എത്ര പേരുണ്ട്? 7 അംഗങ്ങളുണ്ട്. ഈ ഒരു കമ്മീഷനിൽ ആരില്ല? ഇന്ത്യക്കാരാരുമില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. നമ്മൾ വൈറ്റ് മെൻ കമ്മീഷൻ, വെള്ളക്കാരുടെ കമ്മീഷൻ എന്നാണ് എന്ത് ചെയ്ത് സൈമൺ കമ്മീഷനെ വിശേഷിപ്പിച്ചത്. സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയൊട്ടാകെ വലിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തി. എന്തിനെതിരെ? സൈമൺ കമ്മീഷനെതിരെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. അപ്പോൾ 7 അംഗ സൈമൺ കമ്മീഷനിൽ അധ്യക്ഷൻ ജോൺ സൈമൺ ആണെന്ന് പറഞ്ഞു. അതിൽ അംഗമായിരുന്നൊരു പ്രസിദ്ധനായ വ്യക്തിയാണ് ആര്? ക്ലമൻ്റ് ആറ്റ്ലി. ഓക്കെ, സൈമൺ കമ്മീഷൻ അംഗമായിരുന്ന മറ്റൊരു വ്യക്തിയാണ് ആര്? ക്ലമൻ്റ് ആറ്റ്ലി. ഇദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സൈമൺ കമ്മീഷനിൽ അംഗമാകുകയും പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകുകയും ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ക്ലമൻ്റ് ആറ്റ്ലി. അപ്പോൾ സൈമൺ കമ്മീഷനിൽ അംഗമാകുകയും പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകുകയും ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ക്ലമൻ്റ് ആറ്റ്ലിയാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി സൈമൺ കമ്മീഷൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ലാഹോറിൽ സൈമൺ കമ്മീഷന് വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? ലാലാ ലജ്പത് റായ്. ലാഹോറിൽ സൈമൺ കമ്മീഷന് വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് ചോദിച്ചാൽ ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ലാത്തി ചാർജ് ഉണ്ടായി. ഈ ലാത്തി ചാർജിൽ ആർക്ക് പരിക്കേറ്റു? ലാലാ ലജ്പത് റായിക്ക് പരിക്കേറ്റു. ഈ ലാത്തി ചാർജിൽ ലാലാ ലജ്പത് റായിയെ മർദ്ദിച്ച ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനാണ് ആര്?
സാൻഡേഴ്സൺ. ഒക്കെ ഓർക്കുക. അപ്പോൾ ലാഹോറിൽ സൈമൺ കമ്മീഷന് വിരുദ്ധ പ്രക്ഷോഭം നയിച്ച വ്യക്തി എന്ന് ചോദിച്ചാൽ ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. അപ്പോൾ ഈ പ്രക്ഷോഭത്തിനിടെ അവിടെ ഒരു ലാത്തി ചാർജ് ഉണ്ടായി. ലാത്തി ചാർജിൽ ആർക്ക് പരിക്കേറ്റു? ലാലാ ലജ്പത് റായ്ക്ക് പരിക്കേറ്റു. ലാലാ ലജ്പത് റായിയെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? സാൻഡേഴ്സൺ ആണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ലാലാ ലജ്പത് റായ് ഈ പരിക്കിനെ തുടർന്നാണ് അന്തരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാഹോറിൽ സൈമൺ കമ്മീഷന് വിരുദ്ധ പ്രക്ഷോഭം നടത്തി അതിൽ പരിക്കേറ്റ്, ലാത്തി ചാർജിൽ പരിക്കേറ്റ് അന്തരിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. ലാഹോറിൽ സൈമൺ കമ്മീഷന് വിരുദ്ധ പ്രക്ഷോഭത്തിനിടെ ലാത്തി ചാർജിൽ പരിക്കേറ്റ് അന്തരിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. ഈ ലാലാ ലജ്പത് റായിയെ മർദ്ദിച്ച സൈനിക ഉദ്യോഗസ്ഥനാണ് ആര്? സാൻഡേഴ്സൺ. ഈ സാൻഡേഴ്സനെ വധിച്ച വ്യക്തിയാണ് ആര്? ഭഗത് സിംഗ് എന്നോർത്തിരിക്കുക. ലാലാ ലജ്പത് റായിയെ മർദ്ദിച്ച സൈനിക ഉദ്യോഗസ്ഥനാണ് ആര്? സാൻഡേഴ്സൺ. ഈ സാൻഡേഴ്സനെ വധിച്ച വ്യക്തിയാണ് ആര്? ഭഗത് സിംഗ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് HSRA തുടങ്ങിയ വിപ്ലവ സംഘടനകൾ പഠിക്കുന്ന സമയത്ത് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവിനെ കുറിച്ചൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഇത്ര ഓർത്താൽ മതി. ലാലാ ലജ്പത് റായിയെ മർദ്ദിച്ച സൈനിക ഉദ്യോഗസ്ഥനാണ് ആര്? സാൻഡേഴ്സൺ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങളിലേക്ക് പോകാം. സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് സ്റ്റാൻലി ബാൽവിനാണ്. ഓക്കെ, സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? സ്റ്റാൻലി ബാൽവിനാണ് എന്ന് ഓർത്തിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കാര്യം. സൈമൺ കമ്മീഷനിൽ അംഗമാകുകയും പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകുകയും ചെയ്ത വ്യക്തി ആരാന്ന് വെച്ചാൽ അതാരാണ്? ക്ലമൻ്റ് ആറ്റ്ലിയാണ്. അപ്പോൾ 7 അംഗ കമ്മീഷനായിരുന്നു ആര്? സൈമൺ കമ്മീഷൻ. ജോൺ സൈമൺ അധ്യക്ഷനായ കമ്മീഷനിൽ അംഗമായിരിക്കുകയും പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ക്ലമൻ്റ് ആറ്റ്ലി എന്ന് പറയുന്നത്. ഇനി സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ വൈസ്രോയി ആരാന്ന് വെച്ചാൽ അതാരാണ്? ഇർവിൻ പ്രഭുവാണ് എന്നോർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരാണ്? ഇർവിൻ പ്രഭുവാണ് എന്നോർത്തിരിക്കുക. സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? സ്റ്റാൻലി ബാൽവിനാണ് എന്ന് ഓർത്തിരിക്കുക. സൈമൺ കമ്മീഷൻ അംഗമാകുകയും പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകുകയും ചെയ്ത വ്യക്തി ആരാണ്? ക്ലമൻ്റ് ആറ്റ്ലിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയ INC സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. ഓക്കെ, MA അൻസാരി അധ്യക്ഷനായ 1927 മദ്രാസ് സമ്മേളനമാണ് സൈമൺ കമ്മീഷനെതിരെ എന്ത് ചെയ്തത്? പ്രമേയം പാസ്സാക്കിയത്. കാരണം നമ്മൾ പ്രമേയം പാസ്സാക്കാൻ കാരണം എന്താ? ഇന്ത്യക്കാരും ഉണ്ടായിരുന്നില്ല എവിടെ? സൈമൺ കമ്മീഷനിൽ. അതിൻ്റെ ഭാഗമായി എന്ത് ചെയ്തു? നമ്മൾ വലിയ പ്രതിഷേധ പരിപാടികൾ നടത്തി. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഇന്ത്യയൊട്ടാകെ മുഴങ്ങി. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഇന്ത്യ ഒട്ടാകെ മുഴങ്ങി. ഓക്കെ, സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാന്ന് വെച്ചാൽ അത് യൂസഫ് മെഹർ അലിയാണ് എന്നോർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഉയർന്നു വന്ന മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക്. അതിൻ്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? യൂസഫ് മെഹർ അലിയാണ് എന്നോർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസ്സാക്കിയത് 1927 മദ്രാസ് സമ്മേളനം. അധ്യക്ഷൻ MA അൻസാരിയാണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ സൈമൺ കമ്മീഷനെതിരെ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഉയർന്നു. ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാന്ന് വെച്ചാൽ ആരാണ്? യൂസഫ് മെഹർ അലിയാണ്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയ വർഷം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് സൈമൺ കമ്മീഷൻ 27 രൂപീകൃതമായി, 27 രൂപീകൃതമായി, 28 ഇന്ത്യയിലെത്തി, 29 തിരിച്ചുപോയി, 30 എന്ത് ചെയ്തു? സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സൈമൺ കമ്മീഷനെ കുറിച്ച് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത്.